നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ മുക്കത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് തെളിഞ്ഞു. അരൂർ MLA ശ്രീമതി ദലീമ ജോജോയുടെ 2022-23 വർഷത്തെ വികസന ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഇന്ന് ജൂലൈ 27 ശനിയാഴ്ച വൈകുന്നേരം 6:30 MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അരൂർ മുക്കത്ത് നടക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് മിഴി തുറന്നു. അരൂർ MLA ദലീമ ജോജോയുടെ 2022-23 വർഷത്തെ വികസന ഫണ്ടിൽ നിന്നും 4,94,000 രൂപ മുടക്കിയാണ് വിളക്ക് സ്ഥാപിച്ചത്. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം 2024 ജൂലൈ 27 ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടെ MLA നിർവഹിച്ചു. വാർഡ് മെമ്പർ BK ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു. 2 ഹൈമാസ്റ്റ് ലൈറ്റാണ് നമ്മുടെ അരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ചത്. അതിലൊന്നാണ് ഇപ്പോൾ അരൂർ മുക്കത്ത് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം കെൽട്രോൺ ജംഗ്ഷനിലാണ്. അതിൽ കണക്ഷൻ ഇനി കിട്ടാനുണ്ട്. അത് അടുത്ത ദിവസം ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ ഇത് ഏകദേശം 5 ലക്ഷം രൂപയാണ്, 4,95,000 രൂപ ചിലവിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മുക്കം കോളനിയിലേക്ക് നമ്മുടെ ഫുട്പാത്തുകൾ റെഡിയാക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ അതിനും MLA അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റ് വിഹിതമായി 26 കോടി രൂപയും MLA ഫണ്ടിനത്തിൽ 3.5 കോടി രൂപയും അരൂർ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കായി ലഭ്യമാക്കിയെന്ന് MLA അവകാശപ്പെട്ടു. വരുമ്പോൾ ഇതൊരു വലിയ പുണ്യമായി പോയി. കാരണം ഇത് ആദ്യം വയ്ക്കാനായിട്ട് ഇവിടുന്ന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിൻ്റെ അങ്ങേ അറ്റത്ത് നമ്മുടെ പാലം ഇറങ്ങുന്ന സ്ഥലത്താണ് ആദ്യം പറഞ്ഞത്. പാലം ഇറങ്ങുന്ന സ്ഥലം അവിടെയാണ് പറഞ്ഞത്. ഫയർ സ്റ്റേഷൻ വരുന്നത് കൊണ്ട് ആ ഭാഗത്താണ് തുടക്കം അവിടെ വയ്ക്കാനായിട്ട് പറഞ്ഞത്. കേസ് വന്നത് എടുക്കാതെ വരുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു രമേശൻ, അരൂർ പഞ്ചായത്ത് മെമ്പർ BK ഉദയകുമാർ, KK വാസവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.